മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും മാത്രമാണ് അവൾക്ക് പിരിച്ചുവിടാനുള്ള അധികാരമെന്നും അതുകൊണ്ട് തന്നെ കണ്ണേട്ടന്റെ ഫിനാൻസേഴ്സിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് കണ്ണേട്ടനൊപ്പമുള്ള ഒരു ജോലി ആവശ്യപ്പെടാനായിട്ട് ഉണ്ണിയോട് പറയുന്നു. അതുപ്രകാരം ഉണ്ണിയാണെങ്കിൽ ഫിനാൻസേഴ്സിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് ഉണ്ണി ആ ഞെട്ടിക്കുന്ന കാര്യം കാണുന്നു. ആ കാഴ്ച കണ്ട് ഉണ്ണിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. മറ്റൊന്നുമല്ല, കണ്ണനും മഹാലക്ഷ്മിയും സംസാരിച്ചതിന് ശേഷം പിരിയുന്നതാണ്. എന്തായാലും മഹിയാണെങ്കിൽ ഉണ്ണിയെ കാണുമ്പോൾ തന്നെ കണ്ണിനോട് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അവന്റെ മനസ്സിൽ നേരിയ സംശയം കടന്നു കൂടുന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് കണ്ണന് മഹാലക്ഷ്മി പരിശ്രമിക്കുന്നു. പിന്നീട് മഹി പോയതിനു ശേഷം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ണി പറയുന്നുണ്ട്. കണ്ണേട്ടന്റെ ക്യാബിനിൽ എനിക്ക് ഇരുന്നാൽ കൊള്ളാമെന്നുണ്ട്. മാത്രമല്ല, ഞാൻ അങ്ങനെ വരികയാണെങ്കിൽ കണ്ണേട്ടന്റെ ജോലിഭാരം കുറയുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ കണ്ണനാണെങ്കിൽ ആകെ കുഴഞ്ഞു പോവുകയാണ്. അനന്തുവിന്റെ സഹായത്തോട് കൂടിയിട്ട് കണ്ണൻ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. കാരണം മഹാലക്ഷ്മിയും കണ്ണനും ഒരുമിച്ച് തീരുമാനിച്ചാൽ മാത്രമേ ഒരു സ്റ്റാഫിനെ പോലും അവിടെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അഥവാ നീ വാശി പിടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിയമപരമായിട്ട് മുന്നോട്ട് പോകും. നീ കാണിച്ച അഴിമതിയൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് അനന്തുവാണെങ്കിൽ ഉണ്ണിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് ഉണ്ണിയാവട്ടെ തന്റെ മനസ്സിലെ നേരിയ സംശയം കരുണയോട് തുറന്നു പറയുന്നുണ്ട്. വീണ്ടും നമ്മൾ മണ്ടന്മാരാക്കപ്പെടുകയാണോ, അവർ തമ്മിൽ ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അത് 100% ഉറപ്പാണെന്നൊക്കെ പറയുന്നു. എന്തായാലും ഉണ്ണി വീണ്ടും വീണ്ടും പിടിമുറുക്കുമെന്ന് മനസ്സിലാക്കുന്ന കണ്ണനാണെങ്കിൽ ഇക്കാര്യം മാർക്കോയോട് പറയുന്നുണ്ട്. മാർക്കോ പറയണം, സാർ ഇക്കാര്യം എനിക്ക് വിട്ടേക്ക്, ഇത് എങ്ങനെ ഡീൽ ചെയ്യണമെന്നും എവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്നും എനിക്കറിയാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ കണ്ണനെയും മഹാലക്ഷ്മിയെയും സമാധാനിപ്പിക്കുകയാണ്. താൻ എന്ത് ചെയ്യാനായി പോകുന്നു എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് സാറേ, എവിടെ പിടിച്ചാൽ എവിടെ വേദനിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ തോമസ് സാറിന്റെ വീട്ടിലേക്ക് പോട്ടെ, പ്രതാപനെയും അവളുടെ മുത്തശ്ശിയെയും കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയാണെങ്കിൽ പോകുന്നുണ്ട്. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും മാർക്കോയെ കാണുമ്പോൾ തന്നെ ആകെ ഷോക്കാവുകയാണ്. പുതിയ പ്രശ്നങ്ങളൊന്നും തങ്ങൾ ഒപ്പിച്ചിട്ടില്ല എന്നും പിന്നെ എന്തിനാണ് ഇവൻ വന്നത് എന്നൊക്കെ തന്നെ പ്രതാപൻ ചിന്തിക്കുന്നു. വേഗം തന്നെ മോനെ, ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപൻ കരയുമ്പോൾ, ഒന്നും ചെയ്തിട്ടില്ലേ, നിങ്ങളുടെ ആ മോളുണ്ടല്ലോ കരുണ, അവൾ വീണ്ടും വീണ്ടും തെറ്റായ വഴിയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആ മണ്ണുണ്ണി മരുമകനെ ഉപദേശിച്ച് കമ്പനിയിൽ കയറിപ്പറ്റാനുള്ള ഓരോ അടവുകൾ നടത്തുന്നുണ്ട്. എന്തായാലും അതൊന്നും വേണ്ട, മോളെ ഒന്ന് ഉപദേശിച്ചേക്കും. കാര്യം കണ്ണൻ സാറും മഹാലക്ഷ്മിയും പിരിഞ്ഞാണെങ്കിലും അവർ രണ്ടുപേരും തീരുമാനിച്ചാലേ അവിടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇപ്പോഴും മഹാലക്ഷ്മി എനിക്ക് എൻ്റെ സഹോദരിയെ പോലെയാണ്, അവളെ ധിക്കരിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുതെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ മോനെ, അത് പിന്നെ ഉണ്ണിക്കും കൂടി അവകാശപ്പെട്ട സ്വത്തുക്കളല്ലേ അതൊക്കെ, ആര് പറഞ്ഞു അവകാശപ്പെട്ടതാണെന്നും, അതൊക്കെ കണ്ണൻ സാറിന്റെ മാത്രമാണ്. മഹാലക്ഷ്മി തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് മഹാലക്ഷ്മിക്ക് പോലും അവകാശപ്പെട്ടതല്ലെന്നൊക്കെ പറയുന്നു. പിന്നെ ഇതിന് ഞാൻ പ്രതികാരം ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ, നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല, പിന്നെ നിങ്ങൾക്ക് ഒരുപാട് വേദനിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യും, നിങ്ങളുടെ മോളുടെ രക്തം ഞാൻ വീഴ്ത്തിയിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ മോനെ, ഞാൻ എന്തായാലും ആ ഉണ്ണിയെയും എൻ്റെ മോളെയും കണ്ട് സംസാരിച്ചേക്കാം. ഇനി കണ്ണന്റെ കമ്പനിയുടെ പരിസരത്ത് കൂടെ പോലും അവർ രണ്ടുപേരും പോവില്ല എന്നൊക്കെ പറയുമ്പോൾ അതായിരിക്കും മകന്റെയും മകളുടെയും ആരോഗ്യത്തിന് നല്ലതെന്ന്. അങ്ങനെ മാർക്കോ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്നുണ്ട്. ഈ സമയം പ്രതാപനും മുത്തശ്ശിയും സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിലും ഉണ്ണി ഒരു മണ്ണുണ്ണി തന്നെയാണ്, അവന് വേണ്ടിയിട്ടല്ലേ നമ്മളിങ്ങനെ കൊല്ലും കൊലയൊക്കെ ആയിട്ട് നടക്കുന്നത്, ഇത്രയും കഷ്ടപ്പെടുന്നത് ഈ അടിയടക്കം കൊണ്ടത് അവനും നമ്മുടെ മോൾക്കും വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുവരെയായിട്ടും ഇവിടെ വന്ന് നമ്മളുടെ സുഖവിവരം അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കാണാൻ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും അമ്മേ, അവനൊരു നന്ദി കെട്ടവൻ തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ, വെറുതെ അല്ലടാ നമ്മുടെ മോള് അവനോടൊപ്പം ജീവിക്കില്ല എന്നും ആണത്തമില്ലാത്തവനാണെന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, നമ്മുടെ മോളെ വിളിച്ച് കാര്യം പറയാം, അല്ലെങ്കിൽ ഈ മാർക്കോ പറഞ്ഞതുപോലെ ചെയ്യും. നമ്മളെ അവനൊന്നും ചെയ്യില്ല, പക്ഷെ മോളെ ചെയ്താലോ. അങ്ങനെ മാർക്കോ തിരിച്ചു പോകുന്ന സമയത്ത് സാഗറിനെ കാണുകയാണ്. സാഗർ ആണെങ്കിൽ വീണ്ടും വീണ്ടും മാർക്കോയോട് പറയുന്നുണ്ട്, അവർ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു, മഹാലക്ഷ്മിയുടെ കുഞ്ഞ് പോയിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും സൂക്ഷിക്കണം, അവരുടെ നേരെ 2 കണ്ണുകളും വേണം മാർക്കോടെ എന്നൊക്കെ പറയുമ്പോൾ, കണ്ണൻ സാർ ഇപ്പൊ സേഫാണ്, പക്ഷെ മഹാലക്ഷ്മി അവളാണ് ആകെ പ്രശ്നത്തിൽ. കുഞ്ഞിന്റെ കാര്യം, ആ കുഞ്ഞിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല സാഗറെ, അക്കാര്യത്തിൽ താൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പിന്നെ എന്റെ കണ്ണുകൾ മാത്രമല്ല, ആർക്കും അറിയാത്ത മറ്റു 2 കണ്ണുകൾ കൂടിയും അവർക്ക് പുറകെയുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു. എന്തായാലും മാർക്കോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അമ്മയെ കുറിച്ച് തന്നെയാണ്. സിദ്ധയായിട്ടുള്ള അമ്മ പ്രവചിക്കുന്നത് മാത്രമേ നടക്കത്തുള്ളൂ. അതാരാണെന്ന് സാഗർ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ മാർക്കോ വഴിയെ അറിഞ്ഞോളും എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും സാഗർ പേടിക്കണ്ട, കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിക്ക് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക, ഞാനൊക്കെ ഇവിടെ ഇല്ലേ എന്നൊക്കെ പറയുന്നു. പിന്നീട് പ്രതാപനാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കാരണം കണ്ണന്റെ അച്ഛനെ കൊന്നത് പ്രതാപനാണല്ലോ, അതിനി എങ്ങാനും
ഉണ്ണിയും അതുപോലെ കണ്ണനൊക്കെ അറിഞ്ഞാലുള്ള കാര്യങ്ങൾ ആലോചിച്ച് അയാളാണെങ്കിൽ കിടന്നിങ്ങനെ ഉറങ്ങുകയാണ്. പെട്ടെന്നാണ് സ്വപ്നത്തിൽ കണ്ണന്റെ അച്ഛൻ പ്രത്യക്ഷപ്പെടുന്നത്. അതും ഇരുട്ടത്ത് പ്രതാപനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അയാൾ വരുന്നത്. എന്നെ കൊന്നു കളഞ്ഞുല്ലടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കണ്ണന്റെ അച്ഛന്റെ വരവ്. അത് കാണുമ്പോൾ തന്നെ പ്രതാപൻ ആകെ നിലവിളിക്കുന്നുണ്ട്. ഓടി രക്ഷപ്പെടാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും അലറി വിളിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. എടാ എന്താ എന്താ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ ഒന്നുമില്ലമ്മേ, കണ്ണന്റെ അച്ഛൻ ആത്മാവായിട്ട് വന്നത് ഞാൻ കണ്ടു. ഇനിയിപ്പോ അതിന്റെ കൂടി ഒരു കുറവുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. എന്തായാലും ഉണ്ണിയുടെ സംശയം ചെറുതൊന്നുമല്ല. ഉണ്ണിയാണെങ്കിൽ പല കാര്യങ്ങളിലും കണ്ണനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതായത് കണ്ണൻ വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് മറ്റുമൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ അവന്റെ മനസ്സിൽ ചെറുതായിട്ട് കണക്ട് ചെയ്ത് സംശയങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ മഹിയും കണ്ണനും തമ്മിൽ തങ്ങളെ പറ്റിക്കുകയാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ണിയിൽ കടന്നുകൂടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സത്യങ്ങളൊക്കെ തന്നെ പുറത്തു വരാനാണ് ചാൻസ് കൂടുതലും. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.